പ്രസവിച്ചിട്ട് വരാം. അഖിൽമാരാര് പറഞ്ഞതുപോലെ എൻജോയ് ചെയ്ത് പ്രസവിക്കാൻ പോയൊരു കഥയാണിത്. പക്ഷെ സംഭവിച്ചത് മറ്റൊന്ന്. അതെ, പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ആദ്യത്തെ പ്രൊസീജിയർ കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ പകുതി കിളി പറന്നായിരുന്നു. ഈ വേദന പോലും സഹിക്കാൻ ഇത്ര കഷ്ടപ്പെടുന്ന ഞാൻ എങ്ങനെ പ്രസവ വേദന സഹിക്കും എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ചോദ്യം. എന്തായാലും വേദന ഒന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ടിരുന്നു. അപ്പത്തേക്കും നമ്മുടെ സിസ്റ്റർമാർ വന്ന് കാനലിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പറഞ്ഞു, ആഭരണങ്ങളൊക്കെ ഊരി മുടിയൊക്കെ ഒതുക്കി കെട്ടി ഫുഡൊക്കെ കഴിച്ച് സുന്ദരിയായിട്ട് ഇരിക്കണം, നമുക്ക് ലേബർ റൂമിൽ പോകാനുള്ളതാണ് പ്രസവിക്കാൻ. ഞാൻ അങ്ങനെ മുടിയൊക്കെ രണ്ടു വശം കെട്ടി കുഞ്ഞിന്റെ കൂടെ കഥയൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ സിസ്റ്റർമാർ വന്ന് ലേബർ റൂമിലേക്ക് വിളിച്ചു. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് ചിരിച്ചുല്ലസിച്ചു പോയല്ലേ എന്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ. വെളുപ്പാക്കാലമൊക്കെ ആയപ്പം ചെറിയ രീതിയിൽ വിട്ടുവിട്ട് എനിക്ക് പെയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഒരു മണിയോടുകൂടിയൊക്കെ നല്ല രീതിയിൽ ഡയലേറ്റ് ആയി നോർമൽ ഡെലിവറി നടക്കേണ്ടതാണ്, അല്ലെങ്കിൽ സി സെക്ഷൻ ചെയ്യണം. എന്തോ എനിക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് നോർമൽ ഡെലിവറി ആയിരിക്കുമെന്ന്. പക്ഷേ സാഹചര്യങ്ങൾ നേരെ തിരിഞ്ഞു. എനിക്ക് 1 മണിയായിട്ടും ഡൈലേഷൻ ഇല്ലാഞ്ഞതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് എമർജൻസി സി സെക്ഷൻ ചെയ്തേ പറ്റുള്ളൂ. അന്നേരം തന്നെ എന്റെ കിളി വീണ്ടും പോയി. കാരണം സി സെക്ഷൻ എന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് അറിയാൻ തുടങ്ങി. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് നേരെ അവരൊന്ന് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് നടക്കുന്ന കാര്യങ്ങളാണിത്. അങ്ങനെ മാർച്ച് 18 ഉച്ചയോടുകൂടി ഞങ്ങളുടെ മോളെ ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടി. അതെ, ഈ വീഡിയോക്ക് ഞാൻ പിന്നെയാ കാണുന്നത്. എന്തോ ഭയങ്കര സന്തോഷം തോന്നി. ഒരു സന്തോഷം നിറഞ്ഞ ദിവസം.